ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുരന്തർ സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണ് 5 മണിക്ക് ഷോ തുടങ്ങുമെന്ന് പറഞ്ഞ ദുരന്തർ ഏതാണ്ട് 5:45 ആയപ്പോഴാണ് തുടങ്ങിയത്. പല സ്ഥലങ്ങളിലും ഷോ വൈകിയാണ് തുടങ്ങിയത്. ഇതിന്റെ ഫയൽ മറ്റേ DCP ആ സാധനം പലയിടത്തും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 1 മണിക്കൂറോളം പുറത്ത് വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തിയേറ്ററുകാർ വന്നിട്ട് പറഞ്ഞ് അകത്ത് കയറിയിരിക്കാൻ. അങ്ങനെ അകത്ത് കയറി ഇരുന്നിട്ട് നമ്മുടെ അടുത്ത് അവർ ഒന്നുകൂടെ പറഞ്ഞു, സിനിമ ഡൗൺലോഡ് ആകുന്നതേ ഉള്ളൂ, നിങ്ങൾ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്തായാലും AC അകത്തിരിക്കുകയില്ലെങ്കിൽ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് അന്നേരം 5:45 പടം തുടങ്ങിയത്. ഞാൻ, എന്റെ അളിയൻ, എന്റെ പെങ്ങള്, ഞങ്ങൾ മൂന്നുപേരാണ് പടം കാണാൻ പോയത്. അനിയത്തി ദുരന്തർ 1 കണ്ടിട്ടില്ല. ഇവിടെ വലിച്ചു പൊക്കിയെടുത്ത് കൊണ്ടുപോയതാണ്. അവിടെ വന്നിരുന്ന് ഉറങ്ങാനുള്ള സെറ്റപ്പിലാണ് പുള്ളിക്കാരി വന്നത്. പടം അങ്ങോട്ട് തുടങ്ങി. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴല്ലേ അവിടെ ഉറക്കം അങ്ങ് പോയി. അമ്മാതിരി ഒരു വെടിക്കെട്ട് പരിപാടി കാണിച്ചുകൊണ്ടാണ് സാധനം കൊണ്ട് തുടങ്ങുന്നത്. സീരിയസ്ലി, അവൾ ഏത് പടത്തിന് പോലും ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ തമാശയ്ക്ക് തള്ളിക്കയറ്റി പറയുന്നതൊന്നുമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അതും ഫസ്റ്റ് കാണുന്ന സെക്കൻഡിന് ഹിന്ദി പോലും അറിയാത്ത എവള് ഉറങ്ങാൻ വന്നതാണ്, പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഈ 4 മണിക്കൂർ എങ്ങനെ ഇരുന്ന് കണ്ടെന്നുള്ളതാണ്. അതും ഫസ്റ്റ് പോലും കാണാതെ ഹിന്ദി പോലും അറിയാത്തവള്. ഈ ഒരു എക്സാമ്പിൾ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പടത്തിന്റെ മേക്കിംഗ് ക്വാളിറ്റി അത്രയും ഉണ്ടേ. ഈ സിനിമ അത്രയും ഉണ്ട്. അതുകൊണ്ടാണ് ഇതെന്താന്ന് പോലും അറിയാത്ത, ഹിന്ദി പോലും അറിയാത്ത, സബ്ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല, പണ്ടാര സബ്ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല, സബ്ടൈറ്റിൽ പോലും അറിയാത്ത ഒരു വ്യക്തി ആ പടം അങ്ങനെ ഒരു 4 മണിക്കൂർ ഇരുന്ന് കണ്ടത്. ഈ സിനിമയുടെ റിവ്യൂ പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരിക്കും, ഈ 4 മണിക്കൂർ പടം എങ്ങനെ 1 മിനിറ്റ് പോലും ലാഗ് അടിപ്പിക്കാതെ ഇങ്ങനെ ഇത്രയും എൻഗേജിങ് ആയിട്ട് എടുക്കാൻ എങ്ങനെ സാധിച്ചു എന്നായിരിക്കും എല്ലാവരും എടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം. എനിക്ക് മനസ്സിലാവുന്നത്, എന്ത് മനുഷ്യനാണ് ഇങ്ങനെ, എന്ത് പടമാണ് എടുത്തു വെച്ചേക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ഡ്രിവൺ മൂവിയാണ്. സെക്കൻഡ് അതോട് വരുമ്പോഴത്തേക്ക് ആക്ഷനാണ്, പക്ക ഇങ്ങനെ പട്ട 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 ആക്ഷനാണ്. തുടക്കം തൊട്ട് ഒടുക്കം വരെ അത് വെറും ആക്ഷൻ മാത്രമല്ല, അതിന്റെ അകത്തൂടെ ഒരു നല്ലൊരു സ്റ്റോറി പോകുന്നുണ്ട്, ഇമോഷൻസ് പോകുന്നുണ്ട്. എല്ലാം കിടിലമായിട്ട് ചെയ്ത് പണിത് വെച്ചേക്കുന്ന ഒരു പണ്ടാരടങ്ങിയ പടവടെ പറയാതിരിക്കാൻ വയ്യ. കിണ്ണം കാച്ചിയ സാധനം. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ 4 മണിക്കൂറാണ് ഈ പടത്തിന്റെ ഡ്യൂറേഷൻ. എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ 49 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ നെറ്റ് നോക്കിയപ്പം 3 മണിക്കൂർ 55 മിനിറ്റ് എന്നാണ് കാണിക്കുന്നത്. എനിക്കൊരു 6 മിനിറ്റ് വെട്ടി കുറച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവർ ഇറക്കിയേക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് 3 മിനിറ്റ് 49 മിനിറ്റ് എന്ന്. ഒരുപാട് വെള്ളം കുടിച്ചോണ്ട് അതിന്റെ അകത്തോട്ട് കയറരുത്. മൂത്രം ഒഴിക്കാൻ മുട്ടി കഴിഞ്ഞാൽ നമുക്ക് എണീറ്റ് പോയി മൂത്രം ഒഴിക്കാൻ പോലും തോന്നത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 50 മിനിറ്റ് ആകുമ്പോഴാണ് ഫസ്റ്റ് ഇന്റർവെല്ല് വരുന്നത്. അത്രയും നേരം പിടിച്ചു ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ ഇതിനകത്ത് വയലൻസ്, ഫസ്റ്റിനകത്ത് വയലൻസ് ഒരു 1-2 സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വയലൻസ്. പക്ഷെ ഇതിനകത്ത് എന്റെ പൊന്നടാവേ ഇറച്ചിവെട്ട് മാത്രമല്ല, വെടിവെപ്പ്, അങ്ങനെ പല പല തരത്തിലുള്ള വയലൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മാർക്കോടെ ആ ഒരു ലെവൽ വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കൊച്ചനായിട്ട് ഇത് വരും. ഇത് മറ്റേ മാർക്കോയ്ക്കകത്ത വയലൻസിന് വേണ്ടിയിട്ട് വയലൻസ് കാണിച്ചതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് വയലൻസിന് വേണ്ടിയിട്ട് വയലൻസ് കാണിച്ചതല്ല. ഈ മൂവി വയലൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വയലൻസ് അത്രയും വന്നത്. അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള കുറെ സീൻസ് ഉണ്ട്. പിന്നെ ഉറപ്പായിട്ടും ഈ സിനിമ ഒരു വലിയ വിവാദത്തിൽ പെടുന്നതായിരിക്കും. പ്രൊപ്പഗണ്ട ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ഇതൊരു പ്രൊപ്പഗണ്ട മൂവിയാണെന്ന് പറഞ്ഞു വന്നു. പക്ഷെ സെക്കൻഡ് ഇറങ്ങിയ സമയത്ത് അത് അങ്ങ് അടിവരയിട്ട് അവന്മാരെ ഉറപ്പിച്ചിടേ, നമ്മൾ പ്രൊപ്പഗണ്ട മൂവി ഇറക്കോടെ, നിനക്കൊക്കെ വന്ന് കാണാൻ പറ്റുമോ, ഇങ്ങനെ മറ്റെന്ത് സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പ്രൊപ്പഗണ്ട മൂവി ആണോടെ. പക്ഷെ ഇതിനകത്ത് നല്ല രീതിയിൽ പ്രൊപ്പഗണ്ട കുത്തിക്കേറ്റിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു മൂവിയുടെ രീതിയിലിരുന്ന് കാണുവാണെങ്കിൽ അത് നമുക്ക് തോന്നത്തില്ല. മോദിയൊക്കെ എന്റെ പൊന്നെ, മോദി മാലാക, ഇന്ത്യയുടെ രക്ഷകൻ. ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനമുണ്ട് 2016 മോദി കൊണ്ടുവന്ന ഐറ്റം. അത് വലിയൊരു ഫ്ലോപ്പ് ആയിട്ടാണ് പലരും ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി അത് ഫ്ലോപ്പ് ആണോ അതോ വിജയകരമാണോ എന്നുള്ള കാര്യത്തിൽ സ്റ്റിൽ ജനങ്ങൾക്കൊരു ഡൗട്ടിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് ആ ഒരു തീരുമാനം എന്തിനായിരുന്നു അണ്ണൻ എടുത്തതെന്ന്. പക്ഷെ ഈ ഒരു സിനിമ കാണുമ്പോൾ അതിനൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ആ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല. പക്ഷെ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ മോദിക്ക് കുറെ വോട്ട് കിട്ടും. അതാണ് പ്രൊപ്പഗണ്ട. ഇത് നിങ്ങൾ സ്പോയിലർ ആയിട്ടൊന്നും കൂട്ടിയൊന്നും വേണ്ട, സിനിമ കാണുമ്പോൾ കാര്യങ്ങൾ പിടിയിട്ടിക്കോളും. ആൻഡ് നമ്മൾ ഫസ്റ്റിൽ കണ്ടത് വില്ലനായിട്ടുള്ള റഹ്മാൻ ഡാക്കെ, അക്ഷയ് ഖന്നയുടെ ഷോ ആയിരുന്നു. ആൻഡ് സെക്കൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് ട്രെയിലറിൽ കണ്ട പോലെ രൺവീർ സിംഗിന്റെ ഷോ. ഇൻ ആൻഡ് ഔട്ട്, തുടക്കം തൊട്ട് ഒടുക്കം വരെ രൺവീർ സിംഗ് അമ്മാതിരി വെടിക്കെട്ട് പരിപാടി. ആൻഡ് ഇന്റർവെല്ലൊക്കെ കൊണ്ടു നിർത്തുന്ന ഒരു സാധനമുണ്ട്, എന്റെ പൊന്നോ, ഇന്റർവെല്ല് വേണ്ടാന്ന് തോന്നിപ്പോകും. അമ്മാതിരി ഒരു കിടില ഒരു പഞ്ച് ഇന്റർവെല്ലിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. നമുക്ക് പിടിക്കും ചങ്ക് ഇങ്ങനെ കടന്ന് പടപെടാന്ന്. എന്റെ ദൈവം, എന്തൊരാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെ ഒരു ഫന്യായ എക്സ്പീരിയൻസ്. അങ്ങനെ പടം ഇങ്ങനെ തീർന്ന് ഏറ്റവും അവസാനം വരുന്ന സമയത്ത് നമുക്ക് തോന്നും പടം ഇപ്പൊ തീരും, ഈ ഒരു മൊമെന്റ് എന്തായാലും പടം തീരും. പക്ഷെ അവിടെ തീരൂല. കുറച്ചുകൂടെ അങ്ങോട്ട് എന്നാ ഇവിടെ ഇപ്പൊ തീരും, പക്ഷെ അവിടെയും തീരത്തില്ല. അന്നേരം നമ്മൾ എന്നാ
ഇന്ന് ഇവിടെ ആയിരിക്കും തീരാൻ പോകുന്നത്, അവിടെയും തീരത്തില്ല. ഇത് ഇങ്ങനെ പോകുന്നത് നമ്മളെ എന്താ തീരാത്തത്, ഇത് തീരാത്ത എന്ത്? പക്ഷെ അങ്ങനെ നമുക്ക് ഈ തീരാത്തതുകൊണ്ട് അങ്ങനെ കുറ്റമൊന്നുമില്ല. കാര്യം പടം ഭയങ്കര എൻഗേജിങ് ആയതുകൊണ്ട് ബോറടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തീർന്നില്ലെങ്കിലും കുഴപ്പമില്ല, പോന്നോട്ടെ 2 പിള്ളേരുടെ പോന്നോട്ടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ കാണും. അതാണ് പടത്തിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മുടെ കേരളത്തെയൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ടീംസിനെയൊക്കെ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ. പിന്നെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഇവന്മാര് സബ് ടൈറ്റിൽ ഈ ഒരു വെർഷനകത്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പ്രിവ്യൂ ആണല്ലോ പോയി കണ്ടത്, പെയ്ഡ് പ്രിവ്യൂ. എന്നിട്ട് സബ് ടൈറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചില തിയേറ്ററിലൊക്കെ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, പക്ഷെ നമുക്ക് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ഹിന്ദി അറിയാവുന്നവർക്ക് നല്ല കിടിലമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. എനിക്ക് കുറച്ച് ഹിന്ദി അറിയാത്തത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവാതെ പോയിട്ടുണ്ട്. ചില കാര്യങ്ങൾ, ചില ഡയലോഗ്സ് അതിന്റെ ഒരു എസൻസ് അങ്ങോട്ട് കിട്ടിയില്ല. ആ ഒരു ഹിന്ദി അറിയാത്തതിന്റെ ഒരു തത്രപ്പാട് അവിടെ ഉണ്ടായിരുന്നു. സബ് ടൈറ്റിൽ ഉണ്ടായിരുന്ന കുറച്ചും കൂടെ നമുക്ക് ചില ഭാഗങ്ങളൊക്കെ ഒന്ന് ഡീപ്പറായിട്ട് കിട്ടിയേനെ, മനസ്സിലാക്കാൻ പറ്റിയേനെ. സബ് ടൈറ്റിൽ ഇല്ലാത്തതിന്റെ ഒരു പോരായ്മ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമല്ല, ഒരുപെട്ട എല്ലാവർക്കും, ഈ പടം കാണാൻ വന്ന ഹിന്ദി അറിയാത്ത പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചാബി, കുറച്ച് സ്ഥലങ്ങളിൽ പഞ്ചാബി പറയുന്നുണ്ട്. പഞ്ചാബി നമുക്ക് ഒട്ടും അറിയാത്തത് കൊണ്ട് അതിനും സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. ആ ഭാഗത്തും ചെറിയ രീതിയിലുള്ള നേരിയ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നടിയായിട്ടുള്ള ഒരു ഊപ്പറി പെങ്കൊച്ചുണ്ടല്ലോ, പെങ്കൊച്ചിനകത്ത് റോൾ ഉണ്ടായിരുന്നു. നമ്മൾ ട്രെയിലർ കണ്ടുമ്പോൾ കിടിലൊരു റോളൊക്കെ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റോളുണ്ട്, ഒരു 3 സീൻ്റെ റോളുണ്ട്. ആ 3 സീനിന് അതിനെ അധികം ഒന്നും കാണിച്ച് വെറുപ്പിക്കാൻ നിന്നില്ല. ഒരു 3 സീൻ അതിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അത് കൊടുക്കേണ്ടതായിട്ട് സംഭവം ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ടുണ്ട്. അത്രയും മതി. അതിന് ഒരുപാട് കാണിച്ച് കുളവാക്കാൻ നിന്നില്ല. പിന്നെ വേറൊരു മനുഷ്യൻ മാധവ്, പല സ്ഥലങ്ങളിലും രൺവീറിനെക്കാളും ഈ മനുഷ്യന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ഓറ, കയ്യടി ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോയ പോലെ ഫീൽ ചെയ്തു. പല സ്ഥലങ്ങളിൽ രൺവീർ സിംഗിനെക്കാളും ഓറ, മാസ് സാധനമാണ് മാധവിന് കിട്ടിയത്. കിടിലം പെർഫോമൻസ്. പിന്നെ വേറൊരു കാര്യം, ഈ സിനിമയ്ക്കകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാതെ പറയുന്നുണ്ട്, ഇപ്പം ബലൂചിസ്ഥാനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ ഒരു സിനിമയ്ക്കകത്തും ഡയറക്ട്ലി അല്ല ഡയറക്ട്ലി അത് കാണിച്ചു വെക്കുന്നുണ്ട്. ബലൂചിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം ഒരു ക്ലൈമാക്സിലൊക്കെ നല്ല രീതിയിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ കണക്ട് ചെയ്യാം. ഇൻഡയറക്ട്ലി അത് പറഞ്ഞതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇതിനകത്ത് ഓരോ എക്സ്പ്ലോഷനും ഉണ്ട്. എക്സ്പ്ലോഷൻ എന്നൊക്കെ പറഞ്ഞാൽ തിയേറ്റർ ഇടന്ന് കുലുങ്ങും, അമ്മാതിരി സാധനമാണ്. പിന്നെ ലാസ്റ്റ് ഫൈറ്റിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് ഭാഗങ്ങൾ, എല്ലാ ഭാഗങ്ങളും ഇല്ല, കുറെ വയലൻസ് ഉണ്ട്. അതല്ലാതെ കുറച്ച് സ്ഥലങ്ങളിൽ കുറെ ക്ലീശകൾ, നടൻ എത്ര ഇഞ്ചേർഡ് ആയാലും പിന്നെയും വന്ന് ഫൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നടന്റെ ഒരു ഇടി കിട്ടുമ്പോഴേ വില്ലൻ ഓടുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്ലീശേ സാധനങ്ങളുണ്ട്. ആ ഒരു ക്ലീശയെ കൂടി ഒന്ന് ബ്രേക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ ഇത് മോശമൊന്നുമല്ല, നല്ലത് തന്നെ. പക്ഷെ അതുകൂടെ ഒന്ന് ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ വേറൊരു എക്സ്പീരിയൻസ് കിട്ടിയേനെ. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഗൈസ്, മറ്റേത് എത്ര 1500 കോടിയോ, ഇതൊരു 2000 കോടി പ്ലസ് കൂട്ടിക്കോ, ഉറപ്പാണ് 2000 കോടി കൂട്ടിക്കോ. മറ്റേ ടോക്സിക് എന്നതിൻ്റെ കൂടെ ഇറങ്ങാതിരുന്നത് കാര്യമായി, അവന്മാർ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിയാൽ മതി. നാളത്തെ ആടിന്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല, വലിയ പ്രതീക്ഷയൊന്നുമില്ല. ആൻഡ് വൺ മോർ തിങ്, ഈ ഒരു സിനിമ ഉറപ്പായിട്ടും ഒരു കോൺട്രവേഴ്സി സൃഷ്ടിക്കും, നല്ല രീതിയിൽ ചർച്ചാ വിഷയമാകും. കഴിഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ത്രിവ്രാത്തി അതൊരു പ്രൊപ്പഗണ്ട മൂവിയാണെന്ന് പറഞ്ഞ് ചെയ്തിട്ട് പുള്ളി ഏറിപ്പോയതാണ്. ഈ ഒരു മൂവിക്കകത്ത് പുള്ളിക്ക് ഇട്ട് താങ്ങാനുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. പുള്ളി ഇപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരും, നോക്കി 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ലെവൽ പ്രൊപ്പഗണ്ട എന്നും പറഞ്ഞിട്ട് ഇത് എന്തായാലും ചർച്ചാ വിഷയമാവും. എന്ന് വെച്ചാൽ കറക്റ്റ് ഡയറക്ട്ലി വെളുപ്പീനാണ്, മാലാകയാക്കലാണ് പരിപാടി. മോദി മാലാക ആ സെറ്റപ്പ് ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ സിനിമയുടെ ആസ്വാദനത്തെ അതൊരിക്കലും ബാധിച്ചിട്ടില്ല കേട്ടോ. മോദിക്കൊക്കെ നല്ല രീതിയിൽ തിയേറ്ററിൽ കൈയടി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം പറയാമല്ലോ. മോദിയുടെ സാധനം കാണിച്ച സമയത്ത് തിയേറ്ററിൽ കൈയടി വീണടേ. പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ക്ലൈമാക്സിൽ. പിന്നെ വേറെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അവസാനത്തെ ഒരു ഐറ്റം, എന്റെ പൊന്നെ, ഒരു ഐറ്റം ഉണ്ട്, ഒരു അണ്ണന്റെ ഒരു സാധനമുണ്ട്. അത് കണ്ടപ്പോ, ആ ക്ലൈമാക്സിൽ ആ ഒരു സാധനം കണ്ടപ്പോ, അയ്യോ, വേണമെങ്കിൽ ഒരു സ്പിൻ ഓഫ് മൂവി അങ്ങനെ വെച്ചിട്ട് ഇറക്കാം, ഒരു സ്പിൻ ഓഫ് സാധനം. മിക്കവാറും കുറെ അമ്മമാർ അത് സ്പോയിൽ ചെയ്യും കേട്ടോ. അത് ആ സാധനം സ്പോയിൽ ചെയ്യും. ആ സാധനം സ്പോയിൽ ആവുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയി കണ്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ അത് അറിയാതെ പോയി കാണുമ്പോഴാണ് അതിന്റെ ഒരു സർപ്രൈസ് നമുക്ക് കിട്ടത്തുള്ളൂ. അതെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിയാൽ മതി. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നാളെ ആട് കണ്ടിട്ട് അതിന്റെ ഒപ്പീനിയൻ ആയിട്ട് വരാം. കൂടുതലൊന്നും പറയുന്നില്ല.